ബി.ജെ.പി. നേതാവും നടനുമായ ജി കൃഷ്ണകുമാറിനെതിരെ തട്ടിക്കൊണ്ടുപോകലിന് പോലീസ് കേസെടുത്തു. മകളുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരുടെ പരാതിയിലാണ് കേസ്. ഭീഷണിപ്പെടുത്തി പണം അപഹരിച്ചെന്നും എഫ്ഐആർ. കേസിൽ മകൾ ദിയാ കൃഷ്ണയും പ്രതിയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷീജ, ഈ കൃഷ്ണകുമാറിന്റെ മകൾ നടത്തിയിരുന്ന എന്ത് സ്ഥാപനമാണ്? അവിടെ ജോലി ചെയ്തിരുന്ന ജീവനക്കാരിയാണോ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തി? എന്താണ് ഈ സംഭവങ്ങൾക്കിടയാക്കിയ കാര്യങ്ങൾ? സിജു, ഇതിൽ കൃഷ്ണകുമാറിന്റെ മകളുടെ ഒരു സ്ഥാപനം ഓബയോസി എന്ന് പറയുന്ന ഒരു സ്ഥാപനം കവടിയാറിൽ പ്രവർത്തിച്ചിരുന്നു. ഈ സ്ഥാപനത്തിലെ ജീവനക്കാർ ഏകദേശം 69 ലക്ഷം രൂപ തട്ടാൻ ശ്രമിച്ചു എന്ന രീതിയിൽ ഒരു പരാതി ഈ കൃഷ്ണകുമാറിന്റെ മകൾ നൽകിയിരുന്നു. അതിൽ ഈ ജീവനക്കാർക്കെതിരെ നേരത്തെ തന്നെ ജീവനക്കാർക്കെതിരെയും കേസെടുത്തിരുന്നു. ഈ ജീവനക്കാരെ വിളിച്ചു വരുത്തി ഇവരിൽ നിന്നും പണം തിരികെ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇവരെ വിളിച്ചു വരുത്തി അതിനുശേഷം അവരെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തി എന്നുള്ളതാണ് ആ ജീവനക്കാർ നൽകിയിരിക്കുന്ന പരാതി. ആ പരാതിയിന്മേലാണ് ഇപ്പോൾ ഏതായാലും മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ ബി.ജെ.പി. നേതാവ് നടനുമായിട്ടുള്ള ജി കൃഷ്ണകുമാറിനെതിരെയും അതോടൊപ്പം തന്നെ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാ കൃഷ്ണയ്ക്കെതിരെയുമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഭീഷണിപ്പെടുത്തി പണം അപഹരിച്ചെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട്. ഇവരിൽ സ്ത്രീത്വത്തെ ഈ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ജീവനക്കാരുടെ സ്ത്രീത്വത്തെ അപമാനിക്കാനുള്ള ശ്രമവും നടന്നു എന്നുള്ളതും ഈ ഇവർക്കെതിരെയുള്ള പരാതിയിൽ പറയുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ അന്വേഷണം തന്നെയാണ് ഇപ്പോൾ മ്യൂസിയം പോലീസ് നടത്തുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഈ സ്ഥാപനത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ക്വാളിറ്റിയിൽ വിമർശനം വലിയ തോതിൽ ഉയർന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ദിയാ കൃഷ്ണ സ്ഥാപനത്തിലെ തന്നെ ജീവനക്കാർക്കെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത് വലിയ തോതിൽ ചർച്ചയാകപ്പെടുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയായിരുന്നു ഇത്തരത്തിൽ തൻ്റെ സ്ഥാപനത്തിലെ ജീവനക്കാർക്കെതിരെ പണം അപഹരിച്ചു എന്ന രീതിയിൽ ഒരു പരാതിയൊക്കെ നൽകുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇവരെ വിളിച്ചു വരുത്തുന്നതും തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നതും അവരെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ജി കൃഷ്ണകുമാറിന്റെയും മകളുടെയും ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളതാണ് ആ സ്ഥാപനത്തിലെ തന്നെ വനിതാ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ പരാതിപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ കേസിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഏതായാലും കൃഷ്ണകുമാറിനെയും മകൾക്കെതിരെയും രണ്ടുപേർക്കെതിരെയുമാണ് ഇപ്പോൾ മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സിജു.